ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭയങ്കര ട്വിസ്റ്റുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആ ഒരു ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ആപ്പാണ്. ഇത് മിനി ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ആപ്പാണ്. ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൈൻക്രാഫ്റ്റ് ബി എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടും. ഇത് നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഗാസ്റ്റിനെ ഫ്രണ്ട് ആക്കാൻ പറ്റുന്നത്, പിന്നെ മറ്റേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒറിജിനൽ മൈൻക്രാഫ്റ്റിൻ്റെ കൂട്ട് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒറിജിനൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതായിട്ട് ഈ ഒരു ഗെയിം എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ ഒരു ഗെയിം മാറ്റിയിട്ട് ഞാൻ വേറൊരു ആപ്പാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ പേരെന്ന് പറയുമ്പം ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എന്നാണ്. അത് നമ്മുടെ ഒറിജിനൽ മൈൻക്രാഫ്റ്റിൻ്റെ കൂട്ട് തന്നെയുള്ള അത്രയും ഒരു ഫസ്റ്റ് കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പൊളിയാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗാസ്റ്റിനെയൊക്കെ നമുക്ക് പെറ്റാക്കാൻ പറ്റുന്ന ആ ഒരു അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ കോപ്പർ ഗോളം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇതിലില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആപ്പ് ആണ്. സോ ഈ ഒരു ആപ്പാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പഴയ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്തതിൻ്റെ കുറച്ച് റീസൺസ് പറയാം. ഒന്നാമത്തെ റീസൺ, അതിനകത്ത് ആകെ നമുക്ക് ബ്രൂസൊക്കെ ഉള്ള ആ ഒരു ബയോമും, പിന്നെ നമ്മുടെ പ്ലെയിൻസ്, പിന്നെ ഫോറസ്റ്റ്, ഇത്രയും ബയോം മാത്രമാണ്. ഞാൻ 10-16 വേൾഡ് ഡൗൺലോഡ് ചെയ്തിട്ടും ഓപ്പൺ ചെയ്തിട്ടും ആ ഒരു ബയോം മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പം ഇതിനകത്ത് അങ്ങനെ ഫാം ഒന്നും വർക്കാവുന്നില്ല. ആകെ വർക്കാവുന്നത് വില്ലേജ് ബ്രീഡറാണ്. ഞാൻ വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ആദ്യം വേറൊരു ഫാം ഞാൻ ഇഷ്ടം പോലെ അയൺ ഫാമൊക്കെ നമ്മൾ യൂട്യൂബ് ട്യൂട്ടോറിയൽ, ഗൂഗിള്, എൻ്റെ ഒരു ഐഡിയക്കൊക്കെ ഉണ്ടാക്കി നോക്കി. പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ആ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എടുത്തത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി പൂക്കളൊക്കെ ഉള്ള ഒരു ബയോമിലാണ് നമ്മൾ സ്പോണായിട്ടുള്ളത്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചെറിയ ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് ആപ്സൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ലാഗ് കുറവായിരിക്കും. അപ്പം ഏതായാലും ഈ ഒരു ആപ്പ് ഭയങ്കര അടിപൊളി ആപ്പാണ്. ആൻഡ് നമുക്ക് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് പൈസ കൊടുത്തല്ലാതെയും ഒക്കെ എടുക്കാം. പക്ഷേ എന്നാലും നമുക്കിതൊക്കെ മതി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മരമൊക്കെ പൊട്ടിച്ച് നമ്മൾ ആദ്യത്തെ സ്റ്റിക്കും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ ഒരു ഫസ്റ്റിലത്തെ ഈ ഒരു ഭാഗം ഭയങ്കര ലാഗായിരിക്കും, ബോറായിരിക്കും. സോ അപ്പം നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ആക്സ്, പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കാൻ നമുക്ക് ഷീപ്പിന് വേണം. അപ്പോൾ നമുക്ക് ഷീപ്പിനെ തപ്പാം. ഒരു ഷീപ്പുണ്ട്. അപ്പോൾ ഒരു ഷീപ്പ് സൈഡിലുണ്ട്. നമുക്ക് ആ ഷീപ്പിനെ എന്തെങ്കിലും തല്ലിക്കൊല്ലാം. ബ്ലാക്കാണ്, കുഴപ്പമില്ല. നമുക്കിത് തല്ലിയും കൂടെ കൊന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വൂള് കിട്ടി. ഇനി നമുക്ക് 2 ഷീപ്പിനെയും കൂടെ വേണം. അതായത് 3 വൂളുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ബെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ നമുക്കിനി 2 എന്തിനു വേണം? ഷീപ്പിനെയും കൂടെ വേണം. പിന്നെ സങ്കടം ഉണ്ടെന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്, സങ്കടം ഇല്ലെന്ന് ചോദിച്ചാൽ സങ്കടമില്ല. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് സൈഡിൽ നിൽക്കുന്ന കേസ്. അപ്പോൾ നമുക്ക് ഇവനെയും കൂടെ അങ്ങ് തല്ലിക്കൊന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരെയും കൂടെ തല്ലി കൊല്ലുന്നുണ്ട്. ഇനി നമുക്ക് 3 വൂളും ഒരേ കളർ വേണം. അപ്പോൾ ഇവിടെ നോക്കിയപ്പം ഞാൻ ചുമ്മാ നീല പൂ എടുത്തു. ഈ ഒരു നീല കളറുള്ള പൂ എടുക്കുക, എന്നിട്ട് അതിനെ ഡൈ ആക്കണം. അപ്പോൾ അതാ ഈ ഒരു ഡൈ കിട്ടും, കണ്ടോ, ബ്ലൂ ഡൈ. ഈ ഡൈ ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഏതൊക്കെ കളറുള്ള വൂളായാലും അതിനെ ഒരൊറ്റ കളറാക്കി മാറ്റാം. അപ്പോൾ ആദ്യം ഈ ബ്ലാക്ക് വൂളിനെ നമ്മൾ ബ്ലൂ ആക്കി, ഈ 2 വൈറ്റ് വൂളിനെ നമ്മൾ ബ്ലൂ ആക്കി. അപ്പോൾ നമുക്ക് 3 വൂള് കിട്ടി. ആ വൂള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തു. അങ്ങനെ ബെഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പം ആദ്യത്തെ ഒരു ടാസ്ക്കാണ് ബെഡ്. ആ ബെഡ് കിട്ടിക്കഴിഞ്ഞാൽ പകുതി സമാധാനമാവും.
അപ്പോൾ അങ്ങനെ നമുക്ക് ബെഡ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു സ്പോട്ടാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇവിടെ നിൽക്കുന്ന സംഭവത്തിനെയൊക്കെ നമ്മൾ കൊല്ലുന്നുണ്ട്. ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ടല്ലേ, അത് സീനില്ല, നമുക്ക് ജസ്റ്റ് സെറ്റാക്കാം, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. അപ്പം ഞാനിവിടെ കുറച്ച് സ്റ്റോണൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ടൂൾസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ, അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റോൺ ടൂൾസ് ആക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോൺ ടൂൾസ് ആക്കി എടുക്കുന്നുണ്ട്. മെയിനായിട്ടും ഒരു പിക്കാക്സും ഒരു ആക്സും, അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് സെറ്റാക്കിയത്. അതിൽ കുറച്ച് കോളിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ കോളും കൂടെ മൈൻ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്മെൽറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ആ ഒരു പണിയും കൂടെ കഴിയും. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതെടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഒരു ഡിസിഷൻ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നുമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ സൈഡിലൊക്കെ കുറച്ചധികം കോളുണ്ട്. അപ്പോൾ ഈ കോളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിലത്തെ നൈറ്റാണ്. നമ്മൾ കിടന്നുറങ്ങി എണീറ്റു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കോളുണ്ട്. അപ്പോൾ ആ കോളൊക്കെ ഇങ്ങെടുത്തേക്കാം. പക്ഷെ ഒരു അയൺ പോലും കിട്ടിയിട്ടില്ല. സാരമില്ല, മൈനിങ്ങിനൊക്കെ പോയി ഒപ്പിക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് എല്ലാം സെറ്റായി. നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ നമുക്ക് നല്ലൊരു ഏരിയ. ഓ ഗോഡ് എൻ്റെ ദൈവമേ, ചെറി ബ്ലോസം. ഒരു ഗേളായ എനിക്ക് പിന്നെ എന്താണ് വേണ്ടത്, നിങ്ങൾ പറയൂ. അടിപൊളി. എനിക്ക് ചെറി ബ്ലോസം ഭയങ്കര പ്രാന്താണ്. ഞാൻ ഈ ഒരു ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിൽ തന്നെ ഒരു 10-20 വേൾഡ് ക്രിയേറ്റ് ചെയ്തു സർവൈവലാക്കിയിട്ട്. അതായത് എനിക്ക് ഒരു ചെറി ബ്ലോസം വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടുന്നത് തന്നെ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അയ്യോ എൻ്റെ മോൻ, എന്ത് ലുക്കായത്. ഐസ് ബയോമിൻ്റെ സൈഡിൽ ചെറി ബ്ലോസം, അടിപൊളിയല്ലേ? അടിപൊളി. നമുക്ക് ഇഷ്ടം പോലെ ബിൽഡൊക്കെ പണിയാ, എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അടിപൊളിയാണ്. നിങ്ങൾ കണ്ടോ ഈ സീനറി? ഇവിടെയൊക്കെ നമ്മുടെ ബിൽഡ് ബേസൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ. സീനായിരിക്കും. അയ്യോ, ആലോചിക്കാൻ വൈകി. പൊളിയായിരിക്കും. നമുക്ക് എന്തായാലും സീനായിരിക്കും. എനിക്കെന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ഇനിയും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ആ ഒരു ബേസൊക്കെ പോയതിന് സങ്കടമുണ്ട്, പക്ഷേ സഹിക്കാല്ലാതെ വേറെ എന്താ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ.